നമസ്കാരം. പലപ്പോഴും നിങ്ങൾ പലതും പലരുടെയും മുന്നിൽ വെച്ചിട്ട് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിലും പേടി കാരണം അവർ ജഡ്ജ് ചെയ്യുമോ എന്നുള്ള പേടി കാരണം നിങ്ങൾ പുറകോട്ട് വലിഞ്ഞ് മാറാറില്ലേ? പലതും ചെയ്യണമെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന സെൽഫ് ഡൗട്ട് കാരണം അതിൽ നിന്നൊക്കെ ബാക്കിലേക്ക് മാറി നിൽക്കാറുണ്ടോ നിങ്ങൾ? നിങ്ങളുടെ ഉള്ളിലുള്ള ഫിയർ ഓഫ് റിജക്ഷൻ, മറ്റു മനുഷ്യർ റിജക്റ്റ് ചെയ്യുമോ ജഡ്ജ് ചെയ്യുമോ എന്നുള്ള പേടിയാണ് ഇതിന് കാരണം. ഈ ഒരു വീഡിയോയിൽ അടുത്ത ഏതാനും നിമിഷങ്ങൾ കൊണ്ട് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ആ ഫിയർ ഓഫ് റിജക്ഷനെ റിലീസ് ചെയ്തിട്ട് വളരെ കോൺഫിഡൻ്റായ കാമായ ഒരു വേർഷനെ നിങ്ങൾക്ക് സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഹീലിംഗ് മെഡിറ്റേഷനാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. നമസ്കാരം, എൻ്റെ പേര് വിഷ്ണു ചക്രപാണി. ഞാനൊരു ലൈഫ് കോച്ചും ഹീലറുമാണ്. കഴിഞ്ഞ 10 വർഷത്തിലായി 10,000-ലധികം ആളുകളെ, സ്ത്രീകളെ, അവർ അനുഭവിക്കുന്ന ഇമോഷണൽ ബ്ലോക്കുകളിൽ നിന്നൊക്കെ റിലീസ് ചെയ്ത ഒരു എക്സ്പീരിയൻസിൻ്റെ ബേസിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളൊരു ഷോർട്ട് മെഡിറ്റേഷൻ പ്രോസസ്സാണ്. ഇതിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മെഡിറ്റേഷൻ പ്രോസസ്സിലേക്ക് കിടക്കാം. അപ്പോൾ അതിനായിട്ട് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള, വളരെ ക്വയറ്റായിട്ടുള്ള, വളരെ ശാന്തമായിട്ടുള്ള ഒരു സ്പേസിലേക്ക് നിങ്ങൾ മാറുക. അതിനുശേഷം ഇത് പ്രാക്ടീസ് ചെയ്യുക. ഹെഡ്സെറ്റ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റ് മെഡിറ്റേഷനിലേക്ക് കിടക്കാം. സിറ്റ് സ്ട്രെയിറ്റ്, സിറ്റ് കംഫർട്ടബിളി, റിലാക്സ് യുവർ എനർജി, റിലാക്സ് യുവർ മൈൻഡ് ആൻഡ് ടേക്ക് എ ഡീപ് ബ്രീത്ത് ഇൻ, breathe in, breathe in love and breathe out. Breathe out all the worries, all the tensions from your body. Yes, beautiful. Take a deep breath one more time. Breathe in. Yes, breathe in trust and breathe out. നിന്റെ ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും എല്ലാ തരത്തിലുള്ള ടെൻഷനുകളെയും സ്ട്രെസ്സുകളെയും റിലീസ് ചെയ്യുക. ശിരസ് മുതൽ പാദം വരെയുള്ള ഭാഗങ്ങൾ പരിപൂർണമായിട്ടും റെസ്റ്റിലാകട്ടെ, പൂർണ്ണമായിട്ടും റെസ്റ്റിലാകട്ടെ. നിന്റെ ശരീരവും മനസ്സും ഇപ്പോൾ പൂർണ്ണമായും ശാന്തതയിലാണ്, റിലാക്സേഷനിലാണ്. യെസ്, ബ്യൂട്ടിഫുൾ. ടേക്ക് എ ഡീപ് ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. യെസ്, ജസ്റ്റ് ഇമാജിൻ നീ ഇപ്പോൾ 10 പടികളുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്റ്റെയറിൻ്റെ മുകളിലാണ് നീ ഇപ്പോൾ ഉള്ളത്. ആ സ്റ്റെയർ ഓരോന്നായിട്ട് നീ ഇറങ്ങുകയാണ്. വളരെ മനോഹരമായിട്ടുള്ള പടികളാണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഹാൻഡ് റെയിലുകളുണ്ട്. ആ ഹാൻഡ് റെയിലിൽ ടച്ച് ചെയ്തുകൊണ്ട് നീ ആ പടികൾ മെല്ലെ മെല്ലെ ഇറങ്ങുകയാണ്. ഇപ്പോൾ 10ാമത്തെ പടിയിലാണ് നീ നിൽക്കുന്നത്. നീ 9ാമത്തെ പടിയിലേക്ക് നിന്റെ കാലുകൾ ചവിട്ടുമ്പോൾ നീ വളരെയധികം റിലാക്സ് ആകുകയും വളരെയധികം കംഫർട്ടബിൾ ആകുകയും ചെയ്യുന്നു. അതിനുശേഷം നീ 8ാമത്തെ പടിയിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ നീ വളരെ റിലാക്സ് ആകുന്നു, വളരെ കാമാകുന്നു. ആൻഡ് യു ആർ സേഫ്, യു ആർ പ്രൊട്ടക്റ്റഡ്. 7ഉം 6ഉം 5ഉം പടികൾ നീ ഇറങ്ങുമ്പോൾ, ഓരോ പടികൾ നീ ഇറങ്ങി വരുന്നതനുസരിച്ചിട്ട് നീ കൂടുതൽ കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുകയും കൂടുതൽ കൂടുതൽ ഒരു ഡിവൈൻ സ്പേസിലേക്ക് നീ അടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിന്റെ ശരീരത്തിൽ, നിന്റെ മനസ്സിൽ ആ ശാന്തത നിനക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. 6ാമത്തെ പടിയിലേക്ക് എത്തുമ്പോൾ നീ വളരെയധികം ആന്തരികമായ സമാധാനം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ആ 4ാമത്തെ പടിയിലാണ് നീ ഇപ്പോൾ ഉള്ളത്. വളരെ ഡീപ്പായ ഒരു റിലാക്സേഷൻ, ഒരു ഡീപ്പായിട്ടുള്ളൊരു കാമിനെസ് നിന്നിലെത്തുന്നു. 3, 2, 1. യെസ്, നീ ഇപ്പോൾ ഗ്രൗണ്ടിലാണ്. ആ ഗ്രൗണ്ടിൽ നീ വളരെ കംഫർട്ടബിളായി, വളരെ കോൺഫിഡൻ്റായി നീ നിൽക്കുകയാണ്. നിന്റെ തൊട്ട് മുന്നിലായിട്ട് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡോറ്, ഒരു വാതിൽ നിനക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നീ മെല്ലെ ആ വാതിലിനെ ലക്ഷ്യമാക്കി നടക്കുകയാണ്. ഗോൾഡൻ നിറത്തിലുള്ള ആ വാതിൽ നീ മെല്ലെ തുറക്കുന്നു. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗോൾഡൻ സ്പേസിലേക്ക് നീ എത്തുകയാണ്. യെസ്, ഇറ്റ്സ് എ മൂവി തിയേറ്റർ. ആ മൂവി തിയേറ്ററിൽ ഒരു ചെയറിൽ നീ ഇരിക്കുകയാണ്. നീ വളരെ കംഫർട്ടബിളാണ്, നീ വളരെ കോൺഫിഡൻ്റ് ആണ്, നീ പ്രൊട്ടക്റ്റഡ് ആണ്, നീ വളരെ സേഫാണ്. ആ മൂവി തിയേറ്ററിലെ വലിയ സ്ക്രീനിൽ അതാ ഒരു സിനിമ, ഒരു മൂവി പ്ലേ ചെയ്യുകയാണ്. നിന്നിൽ നിന്നും വളരെ അകലെയാണ് ആ സ്ക്രീൻ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് നിറത്തിലുള്ള ആ സ്ക്രീനിൽ പ്ലേ ചെയ്യുന്നത് നിൻ്റെ സ്റ്റോറിയാണ്. നിൻ്റെ കഴിഞ്ഞ കാലങ്ങളിൽ നീ അനുഭവിച്ച റിജക്ഷനാണ്,
നിൻ്റെ പേടികളാണ്, നിൻ്റെ പെയിനുകളാണ്. നിനക്കത് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ നീ ആ ഇമോഷനിൽ നിന്നൊക്കെ വളരെ അകലെയാണ്. ഇറ്റ്സ് യുവർ പാസ്റ്റ്, ഇറ്റ്സ് നോട്ട് യുവർ പ്രസൻറ്റ്, ഇറ്റ്സ് യുവർ പാസ്റ്റ്. അത് നിൻ്റെ കഴിഞ്ഞ കാലമാണ്. നിൻ്റെ ഓൾഡ് വെർഷനെയാണ് നിനക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്, നിൻ്റെ മുന്നിൽ കാണാൻ സാധിക്കുന്നത്. നീ അവെയറാണ്. എന്നാൽ ആ ഇമോഷനുകളെ നീ നിൻ്റെ ഉള്ളിലേക്ക് എടുക്കുന്നില്ല. നീ അതിനെ പറ്റിയിട്ട് നിനക്കറിയാം. യു ആർ അവെയർ. യെസ്, ആ ചിത്രം അവിടെ അങ്ങനെ റൺ ചെയ്യുന്നത് നിനക്കറിയാൻ സാധിക്കുന്നു. നിന്നിലുണ്ടായ ആ റിജക്ഷനെ, നിൻ്റെ ആ ഓൾഡ് വെർഷൻ നിനക്ക് നിൻ്റെ തൊട്ട് മുന്നിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ബ്യൂട്ടിഫുൾ. Take a deep breath in. Say to yourself, yes, it's my past. It's over. It's my past. അടുത്തതായിട്ട് നീ മെല്ലെ ഇപ്പോഴുള്ള നീ, പ്രസൻറ്റിലുള്ള നീ, കാമായ കോൺഫിഡൻ്റ് ആയ നീ ആ സ്ക്രീനിലേക്ക്, ആ വലിയ സ്ക്രീനിലേക്ക് എത്തുകയാണ്. നിൻ്റെ ആ ഓൾഡ് വെർഷനെ, പേടിച്ചു നിൽക്കുന്ന, റിജക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന, ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന നിന്നെ, ഇപ്പോഴുള്ള നീ, നിൻ്റെ ആ ന്യൂ വേർഷൻ ഓഫ് യു, വളരെ കാമായ, വളരെ കോൺഫിഡൻ്റ് ആയ, വളരെ റിലാക്സ് ആയ നീ ഇങ്ങനെ ടച്ച് ചെയ്യുകയാണ്. നിൻ്റെ ആ ഓൾഡ് വേർഷൻ, ആ പഴയ നീ നിൻ്റെ ഹൃദയത്തിലേക്ക്, ആ പുതിയ നിന്നിലേക്ക് അങ്ങനെ ചേരുന്നു. യെസ്, ബ്യൂട്ടിഫുൾ. ഇപ്പോൾ സ്ക്രീനിൽ, ആ വലിയ സ്ക്രീനിൽ നിനക്ക് കാണാൻ സാധിക്കുന്ന കാഴ്ച നിന്നെയാണ്. ഒരു പുതിയ നിന്നെ നിനക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. വളരെയധികം കോൺഫിഡൻ്റ് ആയ, വളരെയധികം കാമായ, വളരെയധികം അക്സെപ്റ്റഡ് ആയ, മറ്റു മനുഷ്യർ വാല്യൂ ചെയ്യുന്ന നിന്നെ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ചുറ്റും കൂടിയ മനുഷ്യരൊക്കെയും നിന്നെ റെസ്പെക്റ്റ് ചെയ്യുന്നു, നിന്നെ വാല്യൂ ചെയ്യുന്നു. ആൻഡ് സേ ടു യുവർസെൽഫ്, ഐ അക്സെപ്റ്റ് മൈസെൽഫ് ദ വേ ഐ ആം. ഞാൻ എങ്ങനെയാണോ അതുപോലെ ഞാനിതാ എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നു. ആൻഡ് റൈറ്റ് പീപ്പിൾ അക്സെപ്റ്റ് മീ. റൈറ്റ് ആയിട്ടുള്ള ആളുകൾ എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നു. And I trust myself, and I deeply trust my worth. എൻ്റെ വിലയെ, എൻ്റെ വാല്യൂവിനെ ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ഞാൻ എന്താണോ അതിനെ പൂർണ്ണമായിട്ടും ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. I am safe to be myself. Yes, I am safe to be myself. മറ്റു മനുഷ്യരാൽ അംഗീകരിക്കപ്പെടുന്ന, മറ്റു മനുഷ്യരാൽ റെസ്പെക്റ്റ് ചെയ്യപ്പെടുന്ന, വളരെ കാമായ, വളരെ കംഫർട്ടബിളായ, വളരെ റിലാക്സായ നിന്നെ ആ വലിയ സ്ക്രീനിൽ നിനക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. നീ വളരെ കാമാണ്, നീ വളരെ റിലാക്സ്ഡ് ആണ്. നിൻ്റെ കണ്ണുകളിൽ ആ തിളക്കം നിനക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കോൺഫിഡൻ്റായി നിന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ചുറ്റുമുള്ള മനുഷ്യരെ വാല്യൂ ചെയ്യുന്ന, റെസ്പെക്റ്റ് ചെയ്യുന്ന നിനക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സ്വയമായി റെസ്പെക്റ്റ് ചെയ്യുന്ന, സ്വയമായി പരിപൂർണമായിട്ടും അക്സെപ്റ്റ് ചെയ്യുന്ന നിനക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഫീൽ ദാറ്റ് എനർജി ഇൻ യുവർ ഹാർട്ട്. നിൻ്റെ ഹൃദയത്തിൽ ആ എനർജിയെ കാണുക. ആ വലിയ ബിഗ് സ്ക്രീനിൽ കാണുന്ന നിന്നെ, വലിയ ബിഗ് സ്ക്രീനിൽ നിൻ്റെ ചിത്രം, കോൺഫിഡൻ്റ് ആയ, വളരെ ബ്യൂട്ടിഫുള്ളായ, വളരെ അമേസിംഗ് ആയ, വളരെ അട്രാക്റ്റീവായ, വളരെയധികം ഇന്നർ കാമിനസ് അനുഭവിക്കുന്ന നിന്നെ അവിടെ നിനക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മറ്റു മനുഷ്യരാൽ അംഗീകരിക്കപ്പെടുന്ന നിന്നെ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. യെസ്, ഇറ്റ്സ് മൈ ന്യൂ ഐഡൻറ്റിറ്റി. ഇറ്റ്സ് മൈ ന്യൂ ഐഡൻറ്റിറ്റി. ഐ ലവ് ആൻഡ് അക്സെപ്റ്റ് മൈസെൽഫ് ദ വേ ഐ ആം. ടേക്ക് എ ഡീപ് ബ്രീത്ത് ഇൻ. ആ ഒരു എനർജി നിൻ്റെ ഹൃദയത്തിലും നിൻ്റെ ഓരോ സെല്ലുകളിലും ആ എനർജി എടുക്കുക. യെസ്, ഐ ആം നോട്ട് അലോൺ. I am not alone in this world. Universe is with me. പ്രപഞ്ച ശക്തി എന്നോടൊപ്പമുണ്ട്. Take a deep breath in and breathe out. Come back. Gently open your eyes with that beautiful smile. Yes, thank you. ഈ ഒരു ഷോർട്ട് മെഡിറ്റേഷൻ പ്രോസസ്സ് നിങ്ങളുടെ ഉള്ളിൽ ഒരു ഇൻറ്റേർണൽ ഷിഫ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ ഒരു പവർഫുൾ ആയിട്ടുള്ള ഹീലിംഗ് വർക്ക്ഷോപ്പിലേക്ക് ഞാൻ ഇൻവൈറ്റ് ചെയ്യുകയാണ്. കാരണം ഇനിയും നിൻ്റെ ഉള്ളിൽ ഹീൽ ചെയ്യപ്പെടാൻ, ഇനിയും നിൻ്റെ ഉള്ളിൽ ട്രാൻസ്ഫോം ചെയ്യപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് പാർട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പേഴ്സണലി ഒരു ഫ്രീ എനർജി ഹീലിംഗ് വർക്ക്ഷോപ്പിലേക്ക് ഞാൻ ഇൻവൈറ്റ് ചെയ്യുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ട്, ഒരു വാട്സപ്പ് ലിങ്ക് ഉണ്ട്. ആ കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യുക. ഫ്രീ എനർജി ഹീലിംഗ് വർക്ക്ഷോപ്പിനെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും അവിടെ ലഭിക്കുന്നതാണ്. നീ ഒരു കാര്യം ആലോചിക്കുക, യു ആർ നോട്ട് അലോൺ. യു ആർ ഇനഫ്. യു ആർ ഓൾവൈസ് സപ്പോർട്ടഡ്. യു ആർ ഓൾവൈസ് ലവ്ഡ്. പ്രപഞ്ച ശക്തിയാൽ നീ എല്ലായ്പ്പോഴും പ്രൊട്ടക്റ്റഡ് ആണ്.
ആൻഡ് യു ആർ മോർ പവർഫുൾ ദാൻ യുവർ ഫിയേഴ്സ്. നിൻ്റെ പേടികളെക്കാളൊക്കെ വളരെ സ്ട്രോങ് ആയ, വളരെ പവർഫുൾ ആയിട്ടുള്ള വ്യക്തിയാണ് നീ. ഈ ഒരു മെഡിറ്റേഷൻ പ്രോസസ്സ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ, നിൻ്റെ ഉള്ളിലൊരു ഷിഫ്റ്റ്, ഒരു എനർജി ഷിഫ്റ്റ് നിന്നിൽ വരുത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.